സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖർ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് താൻ നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത്. കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന നിയമസഭാ മണ്ഡലമാണ് നേമം. അന്ന് സിറ്റിംഗ് MLA ആയ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ O രാജഗോപാലാണ് വിജയം നേടിയത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മത്സരിച്ചെങ്കിലും വി ശിവൻകുട്ടിയിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രമുഖ നേതാവിനെ ഇറക്കിയിട്ടും മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് എത്തിയത്. BJPക്ക് A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം നൽകുമെന്ന് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്നും ശ്രദ്ധേയമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന നിയമസഭാ മണ്ഡലമാണ് തലസ്ഥാന ജില്ലയിലെ നേമം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ അടക്കമുള്ള പ്രമുഖർ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ 37 മുതൽ 39 വരെയും 48 മുതൽ 58 വരെയും 61 മുതൽ 68 വരെയുമുള്ള വാർഡുകൾ ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണിത്.